ക്ഷേത്രം നമ്മൾ പറഞ്ഞു കേട്ട ഓർമ്മയിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ ഇത് ഒരു പുല്ലൊക്കെ മേഞ്ഞ് ഉള്ള ഒരു ക്ഷേത്രങ്ങളാണ്. പിന്നെ കാടിൻ്റെ ഉള്ളിലുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ അതിരാള ശിവൻ, അതുപോലെ തന്നെ പുള്ളിക്കാളി അമ്മ, ഇതൊക്കെ ഒരു പാർവതി സങ്കല്പത്തിൽ, ഭഗവതി സങ്കല്പത്തിൽ വരുന്ന മലദൈവങ്ങളായതുകൊണ്ട് ആ ഓരോരോ പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പുള്ളിക്കാളി, അതുപോലെ തന്നെ പൂതാടി ദൈവങ്ങൾ, അതുപോലെ മന്മഥൻ, കൈക്കോളൻ, പൊട്ടൻ മുത്തപ്പൻ, പുളികമുത്തപ്പൻ, അതുപോലെ തന്നെ കാരണവന്മാർ എല്ലാവരും ഒരു കുടികളുണ്ട്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഇതെല്ലാം ഇത് കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. നേരത്തെ ഇത് ശരിക്കും ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പതിയ സമുദായത്തിൽപ്പെട്ട അവരാണ് ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അതിൽ വേണ്ടപ്പെട്ട അവരെല്ലാവരും കൂട്ടി, അതുപോലെ വയനാടൻ ചെട്ടിമാർ, വയനാട്ടിലെ ആദിമവാസികളായ പിന്നെ മൂപ്പന്മാർ, വയനാട് ചെട്ടിമാർ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ എല്ലാവരും കൂടിക്കടമ്പ് നടത്തുന്നത്. പിന്നെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഈ പദ്യ സമുദായത്തിൻ്റെ ആ രീതിയിലുള്ള, പിന്നെ വെള്ളാട്ട് തിറ ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. കൊടിയേറ്റം രാവിലെ കൊടിയേറ്റം, അപ്പം അത് കഴിഞ്ഞാൽ ഉത്സവമായി. ഉത്സവത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കൊലകൊത്തും വെള്ളം എന്നുള്ളൊരു ടീം ഒരാഴ്ച മുന്നേ ഉണ്ട്, ഒരു ആചാരം. എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഒരു സന്തോഷകരമായി എല്ലാവരും കൂടി സമ്മതപ്രകാരം ഈ ക്ഷേത്രത്തിൽ നിന്ന് അനുഗ്രഹിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് പറമ്പിൽ നിന്നൊരു കൊല കൊത്തി പഴിപ്പിച്ച് അത് ഉത്സവമായി. അന്നായി വ്രതാനുഷ്ഠമായിട്ട് ആചാരങ്ങളൊക്കെ ഇവിടെയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ശ്രദ്ധ മാത്രമേ പിന്നെ ഉള്ളൂ.